ഡോൺ ചീറ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കരുത്. നമ്മൾ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാവും. ഈ ജനുവരി 1 മുതൽ ഞാനിങ്ങനെയാവും. പല ആൾക്കാരും, ചില ആൾക്കാർ തീരുമാനം എടുത്തിട്ടേ ഉണ്ടാവില്ല. അവരുടെ കാര്യങ്ങളല്ല പറയുന്നത്. നമ്മൾ ചില മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുന്നു, ഇല്ലെങ്കിൽ നല്ല വീഡിയോസ് കാണുന്നു, ഇല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളൊരു തീരുമാനം എടുക്കാറുണ്ട്. ഞാൻ ഇന്നതൊക്കെ ചെയ്യും, ഇന്ന് മുതൽ ഞാനിങ്ങനെയാവും, നാളെ മുതൽ ഞാനിങ്ങനെയാവും. ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ട് ആ കാര്യങ്ങളൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ നമ്മൾ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അന്നേരം ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനിൽ മാത്രമാണ് നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുക. അത് കഴിഞ്ഞ ശേഷം പിന്നെ അത് ചെയ്യാതെ നമ്മൾ മറന്നു പോകുന്ന സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഡോണ്ട് ചീറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്, നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കുകയാണ്. നമ്മൾ എടുത്ത തീരുമാനത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാതെ നമ്മൾ മാറിപ്പോവുകയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ഭാവിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ തീരുമാനിക്കുക. പക്ഷേ 4-5 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നും നമ്മൾ പുറകോട്ട് പോകുന്നതായിട്ടും ഇംപ്ലിമെൻ്റ് നിന്ന് ചെയ്യാതെ മാറി നിൽക്കുന്നതായിട്ടും നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും ഈ 2026 ഒരു തീരുമാനം എടുക്കണം. ഞാൻ എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കില്ല. എൻ്റെ മനസാക്ഷിക്ക് തെറ്റെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യില്ല. എൻ്റെ മനസാക്ഷി അതാണ്, തെറ്റും ശരിയും ഇല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം തെറ്റും ശരിയും തീരുമാനിക്കുന്നത് അതാത് നാട്, അതാത് ജനിച്ചു വരുന്ന സാഹചര്യം, ഇല്ലെങ്കിൽ മതം, രാഷ്ട്രീയം, ഇതൊക്കെ വെച്ചിട്ടാണ് തെറ്റും ശരിയൊക്കെ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മളെ മനസാക്ഷിയെ വഞ്ചിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുക. എടുത്ത തീരുമാനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കാതെ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.